സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ TDP അനുനയിപ്പിക്കാൻ BJPയുടെ ശ്രമം. NT രാമറാവുവിൻ്റെ മകളും BJP ആന്ധ്രാപ്രദേശ് സംസ്ഥാന അധ്യക്ഷയുമായ D. പുരന്ദേശ്വരിയെ സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുവെന്നാണ് ഡൽഹി ബ്യൂറോ നൽകുന്ന റിപ്പോർട്ട്. രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി ചേർന്നു. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ സ്പീക്കർ പദവി TDPക്ക് നൽകാതെ ഒരു ആന്ധ്രക്കാരിയെ സ്പീക്കറാക്കിക്കൊണ്ട് ആ പ്രതിസന്ധി കടന്നു ചാടാനുള്ള അപാരമായ മെയ്വഴക്കമാണ് BJP ഇപ്പോൾ കാണിക്കുന്നത്. വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. അങ്ങയുടെ നിരീക്ഷണം അക്ഷരാർത്ഥത്തിൽ ശരിയാണ് സ്കേൻ. കാരണം ഏറ്റവും മികച്ച രീതിയിൽ BJP ദക്ഷിണേന്ത്യയിൽ വനിതാമുഖം എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്ന ആളാണ് D. പുരന്ദേശ്വരി. D. പുരന്ദേശ്വരിയെ സംബന്ധിച്ച് അവർ NT രാമറാവുവിൻ്റെ മകളാണ്, ചന്ദ്രബാബു നായിഡുവിൻ്റെ ഭാര്യയുടെ സഹോദരിയാണ് എന്ന രണ്ട് കാര്യങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ട്. അപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ ഈ ചന്ദ്രബാബു നായിഡുവിന് അവരുടെ TDPക്ക് സ്പീക്കർ സ്ഥാനം വേണം എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് അവരുടെ ആവശ്യമായി അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ BJPയെ സംബന്ധിച്ച് ഈ സ്പീക്കർ സ്ഥാനം നൽകുക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആലോചിക്കാൻ പോലും സാധിക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധിയെ മറികടക്കണം. ഇന്ത്യ മുന്നണി TDPക്ക് മുന്നിൽ ചില അവസരങ്ങൾ തുറന്നു വയ്ക്കുന്നുണ്ട്. NDAയിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന വിധത്തിൽ TDP സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാം, ബാലയോഗിയുടെ പഴയ സ്പീക്കറായിട്ടുള്ള ബാലയോഗിയുടെ മകനെ പിന്തുണയ്ക്കാം എന്ന വിധത്തിലാണ് ഇന്ത്യ മുന്നണി മുന്നോട്ട് വെച്ചിരിക്കുന്ന ഓഫർ. ഈ ഓഫറിലെങ്ങാനും TDP ഉടക്കിയാൽ അത് ബലത്തിൽ പ്രശ്നമുണ്ടാക്കുന്നത് NDAയുടെ കെട്ടുറപ്പിനെ ആയിരിക്കും. ഇത് BJPക്ക് നന്നായി അറിയാം. ഇന്നലെ രാജ്നാഥ് സിംഗിൻ്റെ വസതിയിൽ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു യോഗം സ്പീക്കർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയം പരിഗണിക്കാനായി ചേർന്നിരുന്നു. ആ യോഗത്തിൻ്റെ തീരുമാനങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആന്ധ്രയിലെ BJP സംസ്ഥാന അധ്യക്ഷ കൂടിയായിട്ടുള്ള രാജമുന്ദ്രിയിൽ നിന്നുള്ള ലോക്സഭാംഗമായിട്ടുള്ള D. പുരന്ദേശ്വരിയെ സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കാം എന്ന വിധത്തിലേക്ക് BJP ആലോചിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഈ പ്രഖ്യാപനം നടത്തും എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. 26-ാം തീയതിയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കാനായിട്ട് പോകുന്നത്. 25-ാം തീയതി പ്രധാനമന്ത്രി പ്രഖ്യാപനം നടത്തും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യമായിട്ട് ഉള്ളത്. പ്രതിപക്ഷം ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ അവരുടെ തന്ത്രം എന്ന രീതിയിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ പദവി തങ്ങൾക്ക് നൽകിയില്ലെങ്കിൽ തങ്ങൾ സ്പീക്കർ പദവിയിലേക്ക് സ്ഥാനാർത്ഥിയെ നിർത്തും എന്നുള്ളതാണ്. ഏതായാലും ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് നൽകേണ്ട എന്നൊരു തീരുമാനം കൂടി BJP കൈക്കൊണ്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഘടകകക്ഷികളുടെയോ അഥവാ BJPയുടെ തന്നെ ഒരു സ്ഥാനാർത്ഥിയോ ആയിരിക്കും ഈ ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് വരുന്നത്. ലോക്സഭയിൽ ഏത് വിധത്തിലായാലും ശരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ, കാരണം അംഗബലത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ മുന്നണി ഇത്തവണ പ്രതിപക്ഷം എന്ന നിലയിൽ സമ്പന്നമാണ്. അതുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ച് ഈ സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ പദവികൾ തങ്ങളിൽ സുരക്ഷിതമാക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. നിലവിലുള്ള സാഹചര്യത്തിൽ ഈ സ്പീക്കറിനും ഡെപ്യൂട്ടി സ്പീക്കറിൻ്റെ ഒക്കെ അധികാര പദവികൾ അധികാര അവകാശങ്ങൾ നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് BJP പരിഗണിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. D. പുരന്ദേശ്വരി അടുത്ത 18-ാം ലോക്സഭയുടെ സ്പീക്കറായി മാറും. തെരഞ്ഞെടുക്കപ്പെടാനായിട്ട് BJP അവരുടെ സ്ഥാനാർത്ഥിയായി അവരെ നിർദ്ദേശിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിവരം. SK. താങ്ക് യു രാധാകൃഷ്ണൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.